2016 മലയാള സിനിമാ ലോകത്തോട് നമ്മൾ പ്രേക്ഷകർ നന്ദി പറയേണ്ടത് കുറേ നല്ല സിനിമകൾ തന്നതിനോടൊപ്പം തന്നെ കുറച്ചധികം നല്ല ടാലൻസിനെ തന്നതിനും കൂടിയാണ്. അങ്ങനെ 2016 മലയാള സിനിമയ്ക്ക് കിട്ടിയൊരു മുത്താണ് എന്റെ സീറ്റിന്റെ തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കണേ. നമസ്കാരം, ശാലിനിയാണ് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ. ഇന്നത്തെ എന്റെ ഗസ്റ്റിന് സോണിയ എന്ന് വിളിക്കണോ, കനീന്ന് വിളിക്കണോ, അതോ ലിജോ മോൾ എന്ന് വിളിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായ. ലിജോ മതി, ലിജോ മോള് വേണ്ട. ലിജോ മതി അല്ലേ? എന്താ ചെയ്യാ, അച്ഛനും അമ്മയും കൂടി എനിക്ക് മോളും കൂടി ചേർത്ത് തന്നു. അതെ, എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ വേറെ നിവൃത്തിയില്ല, വീട്ടിൽ പറഞ്ഞിട്ട് സമ്മതിക്കണില്ല മോളുകളെ. അത് മാത്രമല്ല, ഇനിയിപ്പോ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. അതെ, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതുകൊണ്ട്. പക്ഷെ വിളിക്കുമ്പോ ലിജോ മതി. എല്ലാരും ലിജോ എന്നാണോ വിളിക്കുക? ഫ്രണ്ട്സ് ഒക്കെ ലിജോ എന്നാ വിളിക്കുക. പിന്നെ ആരെങ്കിലും ലിജോ മോളെന്ന് വിളിച്ച് ഞാൻ ഇതുപോലെ പറയാറുണ്ട്, ലിജോ മതി. എന്നാൽ ലിജോ, വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. താങ്ക് യു. 2 വിജയ ചിത്രങ്ങളുടെ ഭാഗമായ ഒരാൾക്ക് ഇത്ര എനർജി ഉള്ളൂ? ഇത്ര എനർജി പോരെ? പൊതുവെ എനിക്ക് ഇത്ര എനർജി ഉള്ളൂ. നോക്കട്ടെ, കുറച്ച് സംസാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ എനർജികളിൽ കൂടുതലായിരിക്കും. നോക്കാം. കുറച്ച് സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ആളാണ്. അതെ. ചില ആൾക്കാരെ സിനിമയിൽ കയറി കഴിയുമ്പോൾ അവനവന്റെ തന്നെ ഇമേജിനെ നന്നാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പതുക്കെയൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അതൊന്നും അല്ലല്ലോ. അല്ല, ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോട് ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കും. ആണല്ലോ അല്ലേ? സ്പോട്ട്ലൈറ്റ് കേട്ടിട്ട് ആൾക്കാർ പറയില്ലല്ലോ, ആ ഇവളുടെ സ്വഭാവം കാണെങ്കിൽ വീട്ടിൽ പോയി നോക്കണേ. പറയില്ല. പുറത്തേക്ക് ഞാൻ ഇതുപോലെയാണ്, പാവാണ്, നല്ല ഇമേജാ. അതെ, സിനിമയിലെ കാണുമല്ലോ. അതെ. എല്ലാരും ലിജോ എന്നാണോ അപ്പൊ വിളിക്കണേ? എന്റെ ഫ്രണ്ട്സ്, എന്നെ അറിയുന്നവരൊക്കെ ലിജോ എന്ന് തന്നെയാണ് വിളിക്കാറ്. വീട്ടിൽ വല്ല പേരുണ്ടോ? ഉണ്ട്, പറയില്ല, സോറി. പറ്റുന്ന പേരല്ല. അല്ല. ലിജോന്റെ ഫസ്റ്റ് റേഡിയോ ഇന്റർവ്യൂ ആണല്ലേ? അതെ. ഇപ്പം 2016 ഫെബ്രുവരിയിലല്ലേ മഹേഷിന്റെ പ്രതികാരം ഇറങ്ങണേ? അതെ. ഇതിപ്പോ ജാനുവരി ആയി. ഒരു വർഷമായിട്ട് ഒരു റേഡിയോ ഇന്റർവ്യൂവിൽ പോലും പങ്കെടുത്തില്ല? ഇല്ല, ഞാൻ കുറെ നാള് പോണ്ടിച്ചേരിയിലായിരുന്നു PG ആയിട്ട്. മെയിലാണ് കഴിഞ്ഞു വന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ, മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയിട്ട് കഴിഞ്ഞു. പിന്നെ എനിക്കൊന്നും വന്നില്ല. പിന്നെ ഇപ്പൊ കട്ടപ്പന ഋതിക് റോഷൻ കഴിഞ്ഞു. അപ്പോഴും എനിക്ക് ചെന്നൈക്ക് പോകേണ്ടി വന്നു. പിന്നെ ഞാൻ ഉടനെ വേറൊരു ഫിലിം കമ്മിറ്റ് ചെയ്തു. അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് വരാൻ പറ്റിയില്ല. കുറെ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇന്റർവ്യൂസ് ഒന്നും ഇപ്പൊ ടിവിയിലാണെങ്കിലും റേഡിയോയിലാണെങ്കിലും ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. റേഡിയോ ഇന്റർവ്യൂല് ഫസ്റ്റ് സ്പോട്ട്ലൈറ്റ് വരുന്നവരുടെ ഒക്കെ രാശി നല്ലതാണ് കേട്ടോ. പൊതുവെ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. നോക്കാം. ശരി, അപ്പൊ സ്പോട്ട്ലൈറ്റിനെ കുറിച്ചും റേഡിയോ ഇന്റർവ്യൂസിനെ കുറിച്ചും വലിയ പിടിപാടില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഒരു സാധാരണ ഇന്റർവ്യൂ പോലെ ഒന്നും കരുതൊന്നും വേണ്ട കേട്ടോ. എനിക്ക് തോന്നണ ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ഓക്കെ, ചോദിച്ചോളൂ. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയോ അതോ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറയോ? ഇല്ല, മാക്സിമം ഞാൻ അപ്പം എന്താണോ തോന്നുന്നത് അത് പറയാൻ ഞാൻ ശ്രമിക്കും. പൊതുവെ എങ്ങനെ, സത്യസന്ധയാണോ? അതെ, അത്യാവശ്യം. ഇതെങ്ങനെ നോക്കണം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്പർ 1 കള്ളികളുടെ ലക്ഷണമാണ് അവിടെ ഇവിടെ നോക്കി സംസാരിക്കുന്നത്. ശരി, നോക്കി സംസാരിക്കാം. നമ്മളിവിടെ തുടങ്ങാൻ പോവാ സ്പോട്ട്ലൈറ്റ്. ഓക്കെ. സ്വന്തം പേര് ഇഷ്ടമില്ലാത്ത ആളെന്താ പിന്നെ സിനിമയിൽ ലിജോ മോൾ തന്നെ ഇടാൻ സമ്മതിച്ചത്? ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ആരും അങ്ങനെ ചോദിച്ചില്ല, പേര് മാറ്റിയിടണോ ഒന്നും ചോദിച്ചില്ല. കട്ടപ്പന ഋതിക് റോഷൻ ചെയ്യുമ്പോഴും ഞാൻ വിചാരിച്ചു, ഓക്കെ, മോള് കളഞ്ഞിട്ട് ലിജോ മാത്രമായിട്ട് നമുക്ക് കൊടുത്താലോ. പക്ഷെ അപ്പോഴേക്കും ലിജോ മോൾ എന്നാണ് ഇപ്പൊ മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനിയിപ്പോ ലിജോ എന്ന് മാത്രം കൊടുക്കുമ്പം കൺഫ്യൂഷൻ ആവുമല്ലോ. അത് വേണ്ടെന്ന് വിചാരിക്കും അല്ലേ? അത് തന്നെ, അത് തന്നെ, സത്യത്തിൽ അതാണ്. നല്ല ജനപിന്തുണയുള്ള ഒരാളാന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കാം. ഓരോ ആഴ്ചയും സ്പോട്ട്ലൈറ്റിൽ എന്റെ അടുത്ത് ഓരോരുത്തർ ചോദിക്കാറുണ്ട് ആരാ ഗസ്റ്റ് എന്ന്. ഈ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ റിക്വസ്റ്റ് ആണ്, ശാലിനി ഒന്ന് ലിജോ മോളിനെ വിളിക്കോ. ശരിക്കും? എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഭയങ്കര ജനപിന്തുണയെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ചിലരെന്നെ ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്തു, എന്താ ലിജോനെ വിളിക്കാത്തത്, ഞാൻ ഇനി അവിടെ ഒന്ന് പറയണോ വിളിച്ചത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടതിൽ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിന്റെ ആയിരിക്കും. രണ്ടും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. മഹേഷിന്റെ പ്രതികാരത്തിലെ നിഷ്കളങ്കയായ പെൺകുട്ടികളാണ് രണ്ടുപേരും, സോണിയും കനിയും. എനിക്ക് മെസ്സേജസ് ഒക്കെ വരുന്നത് ഇപ്പോഴും സോണിയ നമ്മുടെ മുത്തല്ലെന്ന് ചോദിച്ചിട്ടാണ്. കാരണം കനിന്ന് വിളിക്കാറില്ല, ലിജോ ഒന്നും ഇല്ല. പല രീതിയിലാണ്. ലിജി എന്നാണ് കൂടുതൽ പേരും വിളിക്കുക. ലിജി, ചിലര് ലിജി മോൾ. ലിജോ എന്ന് ഒരിക്കലും ആരും വിളിച്ച് ഞാൻ കണ്ടിട്ടില്ല. ലിജോ മോൾ ഒന്നും ഇല്ല. അത് ഭയങ്കര കുറവാണ്. എല്ലാവരും എന്നെ ഇപ്പോഴും സോണിയ എന്ന് വെച്ചിട്ട് തന്നെയാണ്. എനിക്കിപ്പോ ഫേസ്ബുക്കിലായാലും ഒക്കെ മെസ്സേജസ് ഒക്കെ വരുന്നത് സോണിയ തന്നെയാണ്. എന്തെങ്കിലും കമന്റ്സ് ആണെങ്കിൽ ഇപ്പോഴും സോണിയ നമ്മുടെ മുത്തല്ലേ, അതാണ് ഇപ്പോഴും എനിക്ക് വരാറുള്ളത്. സ്വന്തമായിട്ട് പേജ് തുടങ്ങിയപ്പോ അങ്ങനെയാണെങ്കിൽ ലിജോ മോൾ നാക്കി അത് മാറ്റി ലിജോ എന്നാക്കായിരുന്നു. ബ്രാക്കറ്റിൽ ലിജോ മോൾ കൊടുത്താൽ പോരായിരുന്നു? അതും പ്രശ്നം ഞാനല്ല സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പറയാൻ വിട്ടുപോയി. പിന്നെ നോക്കിയപ്പോ ആണ് ഞാൻ കണ്ടത് ലിജോ മോളാണ്. അപ്പൊ ഞാൻ വീണ്ടും ആലോചിച്ചു മാറ്റണോ വേണ്ട. പിന്നെ ആളുകൾക്ക് വീണ്ടും കൺഫ്യൂഷൻ, അതേ പ്രശ്നം കാരണം ഞാൻ ഓക്കെ ലിജോ മോൾ കിടക്കട്ടെ. ആൾക്കാർ കയറുമ്പോ ലിജോ എന്ന് കാണുമ്പോ ഇത് വേറെ വല്ല ആക്ട്രസ് ആണെന്ന് തോന്നിയാലോ അല്ലെ? വേറെ ഇല്ല, എന്നാലും കൺഫ്യൂഷൻ വേണ്ടല്ലോ. വെറുതെ കൺഫ്യൂഷൻ ആവാൻ വഴിയുണ്ട് കേട്ടോ. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴത്തെ ഒരു മുഖമല്ല നേരിട്ട് കാണുമ്പോൾ. ഇവൻ ഫോട്ടോസിലും കുറച്ച് ഗ്ലാമർ ആണ് ആൾ. അതെല്ലാരും പറഞ്ഞു. എന്നെ നേരിട്ട് കണ്ടിട്ട് ഇല്ല, എന്നെ തിരിച്ചറിയുന്നത് വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ നേരിട്ട്. അതുകൊണ്ട് എനിക്കിപ്പോഴും ഫ്രീ ആയിട്ട് നടക്കാം, കറങ്ങി നടക്കാം, പ്രശ്നമൊന്നും ഇല്ല. ശല്യം ഒന്നും ഇല്ല. അതെ, ആരാധകരുടെ ശല്യം ഒന്നുമില്ല. ഇല്ല, ഇപ്പോഴും ഒന്നും പേടിക്കണ്ട. അപ്പൊ ആരെങ്കിലും തിരിച്ചറിയോന്ന് അങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ എനിക്ക് നടക്കാം. ഇപ്പൊ സ്പോട്ട്ലൈറ്റിലേക്ക് വന്നത് ദംഗൽ മൂവി കണ്ടിട്ടല്ലേ? അതെ. എവിടെ മോഡലിൽ പോയിട്ടാണോ കണ്ടത്? സെന്റർ സ്ക്വയർ മോളിൽ. എന്നിട്ട് ആൾക്കാർ തിരിച്ചറിഞ്ഞോ? ഇല്ല, ആരും തിരിച്ചറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആരും തിരിച്ചറിയില്ല.
തിരിച്ചറിയില്ല. എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ടാക്കാറുണ്ട്. ഒരു മനുഷ്യൻ പോലും അങ്ങനെ നോക്കാതിരിക്കുമ്പോ ഒരു നടിയെന്ന നിലയിൽ സങ്കടമില്ല? ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം സീരിയസ്ലി ഇല്ല, കാരണം ഞാൻ ഒരിക്കലും സീരിയസ്ലി എനിക്ക് വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ. ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ഓക്കെ, എന്റെ പ്രൈവസി പോവും. ഇപ്പൊ അതില്ലല്ലോ, എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ, എന്റെ ഫ്രണ്ട്സിനോടെ കറങ്ങാം. സീരിയസ്ലി ഞാനിത് ചോദിക്കാം, ഒരു 6-7 മാസം കേട്ടോ ഒന്നുകൂടി വിളിച്ചു നോക്കാം. അപ്പോഴും പറയണം. ശരി, ഓരോ മനുഷ്യന്റെ ഭാഗ്യം എങ്ങനെയൊക്കെ വരണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഫോർവേഡഡ് മെസ്സേജിന്റെ രൂപത്തിലായിരിക്കും. ഇങ്ങനെ വാട്സാപ്പിലൂടെ ഒരു ഫോർവേഡഡ് മെസ്സേജ്, മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കാസ്റ്റിംഗ് കോൾ എന്നുള്ള ആ മെസ്സേജിലൂടെയാണ് ലിജോ മോള് മലയാളത്തിന്റെ മുത്തായത്. അതേ ആളെന്നെയാണ് സ്പോട്ട് ലൈറ്റിൽ എന്റെ കൂടെ ഇരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഉണ്ട്, ശാലിനി. PGക്ക് പോണ്ടിച്ചേരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഓഡിഷന് പങ്കെടുത്തത് മഹേഷിന്റെ പ്രതികാരത്തിൽ? അതെ, ഞാൻ ആക്ച്വലി കാസ്റ്റിംഗ് കോളിന്റെ കുറെ വാട്സാപ്പിലൊക്കെ വന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വെറുതെ എനിക്ക് അതേ സാധനം എനിക്ക് ഫോർവേഡ് തന്നിട്ട് പറഞ്ഞു, നീ വെറുതെ ഒന്ന് ഫോട്ടോസ് അയക്കുക, പറയാൻ പറ്റില്ല എങ്ങനെ സെലക്ട് ചെയ്താലോ നിന്നെ ഓഡീഷൻ എന്ന് പറഞ്ഞു. 2 വീക്സ് എങ്ങനെ കഴിഞ്ഞിട്ടാണ് അവരെന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിയത്. ഉണ്ണിമായ ചേച്ചിയാണ് എന്നെ വിളിച്ചത്, സ്ക്രിപ്റ്റ് റൈറ്റർ ശ്യാമേട്ടന്റെ വൈഫ്. അപ്പോഴേ ഞാൻ പറഞ്ഞു ചേച്ചിയോട്, ചേച്ചി എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാനൊരു രസത്തിന് ഫോട്ടോ അയച്ചതാണ്. അതെ, അപ്പൊ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, ഒന്ന് വന്ന് ഓഡീഷനിൽ പങ്കെടുത്ത് നോക്കാം. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു, ചേച്ചി എനിക്ക് ഡാൻസ് അറിയില്ല, എനിക്ക് ഹൈറ്റ് വളരെ കുറവാണ്. ചേച്ചി പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ഫോട്ടോസ് അയക്കുന്നുണ്ട്, അപ്പൊ അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് പേരെ മാത്രമാണ് ഓഡീഷന് വിളിക്കുന്നത്. ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ഇത് ട്രൈ ചെയ്യാതെ എനിക്ക് പറ്റില്ല, എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വീട്ടിൽ വിളിച്ച് പറയുന്നത്, ഞാൻ ഇങ്ങനൊരു മണ്ടത്തരം കാണിച്ചിരുന്നു എന്ന്. വീട്ടിലാർക്കും അറിയില്ല, നല്ല വഴക്കായിരുന്നു അമ്മയുടെ വക. അമ്മ ഞാനിങ്ങനെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒരു രസത്തിന് ഫോട്ടോ അയച്ചിരുന്നു. എന്നിട്ട് അവരെന്നെ വിളിച്ചു അമ്മ ഓഡീഷന്. അപ്പോഴത്തേക്ക് ഉടനെ അമ്മ, നീ എന്തിനാ ഫോട്ടോ അയച്ചത്? ഞാൻ പറഞ്ഞു, അല്ലമ്മ ഞാനൊരു രസത്തിന് അയച്ചതാ. നീ അതിനെന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ എന്തിനാ അയച്ചത്? അപ്പൊ ഓക്കെ ശരി അമ്മ, ഞാൻ പോണില്ല, കട്ട്. അപ്പം ഞാൻ വീണ്ടും ഉണ്ണിമായ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ വരുന്നില്ല, എനിക്ക് താല്പര്യമില്ല. ചേച്ചി വീണ്ടും എന്നോട്, പറ്റില്ല ലിജോ, ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോകും, ലിജോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വേണം ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. പിന്നെ ഞാൻ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു, അമ്മയോട് വീണ്ടും പറഞ്ഞു, ദേഷ്യത്തിലാണെങ്കിലും ഓക്കെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് ഓഡീഷൻ എത്തി. അപ്പോൾ എന്നെ കണ്ടപാടെ ശ്യാമേട്ടൻ, ഞങ്ങൾ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള ആളെയാണ് പ്രതീക്ഷിച്ചത്. അപ്പോഴേ ഡിം പോയി, കുഴപ്പമില്ല ലിജോ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യമൊക്കെ ചോദിച്ചു. എന്നെ വളരെ കൂളാക്കിയിട്ട് ഓക്കെ എങ്കിൽ നമുക്കിനി ഞങ്ങളൊരു സിറ്റുവേഷൻ പറയാം, ഒന്ന് ചെയ്ത് കാണിക്കും. അപ്പോഴേക്കും ഞാൻ ചാടി എഴുന്നേറ്റിട്ട്, എനിക്ക് വീട്ടിൽ പോകണം സാർ. അവർ പരസ്പരം നോക്കി പെട്ടെന്ന്, ലിജോയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പോവാം, എന്നാലും കുറച്ചു നേരം ഒന്ന് ഇരിക്കും, നമുക്ക് നോക്കാം. ഓക്കെ വീണ്ടും ഇരുന്നു, വീണ്ടും സംസാരമായി, വീണ്ടും പതിയെ നമുക്ക് ഒരു സിറ്റുവേഷനിലേക്ക് പോയി നോക്കിയാലോ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ശരി നമുക്ക് നോക്കാം. എനിക്കൊരു സിറ്റുവേഷൻ തന്നു. എന്ത് സിറ്റുവേഷനാ? അതാ ഫിലിമിൽ തന്നെ ഉള്ളതാണ്. അതായത് എന്റെ അച്ഛൻ കുളിക്കാണ്. ആ സമയത്ത് അച്ഛനെ കാണാനായിട്ട് ഒരാള് വീട്ടിൽ വരുന്നു. അപ്പൊ കയറി ഇരിക്കാൻ പറയുന്നു, അച്ഛൻ കുളിക്കാന്ന് പറയുന്നു. ഓക്കെ ഇത്രയും ചെയ്യാൻ പറഞ്ഞു. സൗബിനേട്ടൻ വീട്ടിലേക്ക് വരുന്നത് ഫിലിമിൽ തന്നെ ഉണ്ട്, മോഹൻലാൽ മമ്മൂട്ടി. അത് തന്നെ. ഇതിൽ എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരുപാട് ഫിലിംസ് കാണുന്ന, ഫിലിം മാഗസിൻസ് ഒക്കെ വായിക്കുന്ന ഒരാളാണ്. അപ്പൊ സംസാരിച്ചു വരുമ്പോ ഈ വന്നിരിക്കുന്ന ആൾക്കും ഫിലിംസ് ഒക്കെ ഇഷ്ടമാണ് എന്ന് അറിഞ്ഞിട്ട് ഓക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നിയിട്ട് എങ്ങനെ സംസാരിക്കും അതുപോലെ ചെയ്തോളാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തു. കുറച്ചൊക്കെ കോളായി, കയ്യിൽ നിന്ന് പോയി. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏതായാലും പുറത്തിറങ്ങിയപ്പോ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് കിട്ടില്ല. ഇറങ്ങിയ പാടെ ഞാൻ പറഞ്ഞു, അച്ഛനാ വന്നത്. അപ്പൊ ഇച്ചനോട് ഞാൻ പറഞ്ഞു, ഇച്ച എന്തായാലും കിട്ടില്ല, നമുക്ക് പോവാം. അപ്പോഴേക്കും എല്ലാരും പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ പറയാം, റിസൾട്ട് പറയാം. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞു. ഞാൻ നേരെ പോണ്ടിച്ചേരിക്ക് പോയി, അച്ഛൻ വീട്ടിലേക്ക് പോയി. ഞാൻ പിറ്റേ ദിവസം ക്ലാസ്സിലിരിക്കാം. ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മൊബൈൽ ബെല്ലടിക്കുന്നു. നോക്കുമ്പോൾ ഉണ്ണിമായ ചേച്ചിയുടെ കോള. എനിക്ക് എന്താണെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷ, ഭയങ്കര ക്യൂരിയോസിറ്റി. പക്ഷെ ക്ലാസ് നടക്കാണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ പ്രൊഫസർ കാണാതെ താഴേക്ക് വെച്ചിട്ട് ഞാൻ ക്ലാസ്സിലാണ്, ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മെസ്സേജ് അയച്ചു. ഉടനെ ചേച്ചിയുടെ റിപ്ലൈ വന്നു, കുഴപ്പമില്ല ക്ലാസ് കഴിയുന്ന ഉടനെ വിളിക്കും. അപ്പൊ എനിക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ വയ്യ, എങ്ങനെയെങ്കിലും ക്ലാസ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. എങ്ങനെ സമയം പോകുന്നു നോക്കി ഇരുന്ന് അവസാനം ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചു. അപ്പൊ ലിജോയുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ മഹേഷിന്റെ പ്രതികാരത്തിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, അപ്പൊ ഇനി തൊട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ത്രെഡ് ചെയ്യരുത്, ബ്യൂട്ടി പാർലറിലേ പോകരുത്, ഫേസിൽ ഒന്നും ചെയ്യരുത്, അതെ ഓക്കെ തന്നത്. അപ്പോഴും തോന്നിയില്ല ഞാനൊരു ഫിലിമിലേക്ക് വരികയാണെന്നൊന്നും ഒരു ഫീലും ഇല്ല. അപ്പൊ അവിടെ എത്തിയിട്ട് പിന്നെ ഞങ്ങളോട് കഥ എന്താന്നുള്ളത് ദിലീഷേട്ടൻ പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ച പോലല്ല, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള പണിയാണ് ഈ അഭിനയം എന്ന് പറയണല്ലേ. പിന്നെ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ പെട്ടു. പിന്നെ ഓക്കെ നോക്കാന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ എത്തി, ഇവിടെ വരെയൊക്കെ ആയി. ഏതൊരാളും സിനിമയിലോട്ട് കയറുമ്പോ, സിനിമയിൽ സെലക്ട് ആയി എന്ന് പറയുമ്പോ പ്രതീക്ഷ ഇനി കുറച്ച് ഗ്ലാമർ ഒക്കെ ആയിട്ടൊക്കെ നിക്കാം. 3 മാസം കൂടുമ്പോ ബ്യൂട്ടി പാർലറിൽ പോയ ആള് ആഴ്ചയിൽ പാർലറിലൊക്കെ പോയി തുടങ്ങുമല്ലോ. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പാർലറിന്റെ പടിയെ കാണണ്ടെന്ന് പറഞ്ഞപ്പോ സങ്കടമായോ? ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, ത്രെഡ് ചെയ്യരുത്. ഒന്നാമത് ഞാൻ ക്ലാസ്സിൽ പോണ്ടിച്ചേരിയിൽ പഠിക്കണല്ലോ, അപ്പൊ ക്ലാസ്സിൽ പിള്ളേരൊക്കെ ഉണ്ട്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും അതന്നെ യൂണിവേഴ്സിറ്റിയിലും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ഒരു
ഒരുമാതിരി ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ നടക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വിഷമമായിരുന്നു. പിന്നെ ഞാൻ അവരറിയാതെ ഒരു പ്രാവശ്യം ഞാൻ ത്രെഡ് ചെയ്തു. അങ്ങനെ പറഞ്ഞ് അന്ന് തന്നെ ഞാൻ പോയി ത്രെഡ് ചെയ്തു. കാരണം അതാണ് എന്റെ ലാസ്റ്റ് ത്രെഡിങ് എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ത്രെഡ് ചെയ്തില്ല. പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ കണ്ടാലും വലിയ വൃത്തികേടില്ല എന്ന് തോന്നി. എല്ലാരും ലിജോനെ കുറിച്ച് പറയണത് അറിയോ, അടുത്ത വീട്ടിലെ പെൺകുട്ടിയാ, മൊത്തത്തിൽ കാണുമ്പോ തന്നെ നമ്മുടെ കുട്ടി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ ചെയ്ത 2 സിനിമയും മഹേഷിന്റെ പ്രതികാരത്തിലെ സോണിയ ആണെങ്കിലും കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലെ കനിയാണെങ്കിലും രണ്ടും അങ്ങനത്തെ ക്യാരക്ടർ അല്ലേ. അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടർ ആൾക്കാർ ആലോചിക്കുമ്പോ തന്നെ ഉടനെ തന്നെ ലിജോയുടെ മുഖാണല്ലോ വരണേ. അതെ, ഇപ്പൊ എന്റെ അടുത്ത വീട്ടിലുള്ള പെൺകുട്ടിയെ പോലെ തോന്നി, അല്ലെങ്കിൽ എനിക്ക് എന്റെ അനിയത്തിയെ പോലെ തോന്നി, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അതിൽ സങ്കടം ഉണ്ടോ? എന്താ മോഡേൺ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റാത്തതല്ലോ. ചെറിയ വിഷമം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കിപ്പോ കൂടുതലും വരുന്നത് ഇപ്പൊ പറയുന്നതാണെങ്കിലും ചിലത് ഭയങ്കര നാടനാണ് വരിക. അപ്പൊ ഞാൻ ഏതായാലും തീരുമാനിച്ചു ഭയങ്കര നാടനില്ല, എന്നാ ഭയങ്കര മോഡേൺ ആയിട്ടും ഇല്ല, മീഡിയം ലെവലിൽ നിൽക്കാം. എന്നെ കണ്ട ഇത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ കിട്ടിയാൽ ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഈ 2 ക്യാരക്ടർ ചെയ്തല്ലോ ഇപ്പോൾ, കനിയായിട്ടും സോണിയായിട്ടും. ഇതിൽ കുറച്ചെങ്കിലും ലിജോ ആയിട്ട് സാമ്യം തോന്നുന്ന ഏതാ? സോണിയാണ്. കനി തീരെ ഞാനല്ല. എന്താ കനിയുടെ പ്രശ്നം? ഇതുപോലെ കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ട എനിക്ക് പറ്റില്ല. അത് ഭയങ്കര ബോൾഡാണ്. അത്യാവശ്യം ബോൾഡാണ്. എന്നാ ചോദിക്കട്ടെ, റിയൽ ലൈഫിൽ ആരാണ് ലിജോ മോൾ? റിയൽ ലൈഫിൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം, ഒറ്റയ്ക്കിരിക്കാൻ. മീ പേഴ്സൺ ആണ്. അതെ. പിന്നെ അതുപോലെ ഒരു വലിയ ക്രൗഡിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലൊക്കെ പോയി ജോയിൻ ചെയ്യാൻ വലിയ താല്പര്യമില്ല. ഡ്രസ്സിംഗ് ഒക്കെ ജീൻസ്, ടോപ്പ്, ലെഗിങ്സ്, കുർത്തി, ചുരിദാർ കുറവാണ്. സാരി ഇല്ല, തീരെ എനിക്ക് ഇഷ്ടമല്ലാത്തതാണ്. ഇഷ്ടമില്ല എന്നല്ല, എനിക്ക് ഒന്നാമത് എനിക്ക് ഉടുക്കാറില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ, ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഓണം അങ്ങനെ അല്ലെങ്കിൽ ഫെയർവെൽ അങ്ങനെ എന്തെങ്കിലും മാത്രം ആരെങ്കിലും ഉടുപ്പിച്ച് തരും, അല്ലാതെ ഞാൻ ഉടുക്കാറില്ല. ആള് മോഡേൺ ആണോ? അത്യാവശ്യം, ഒരുപാട് മോഡേൺ അല്ല, എന്നാൽ ഭയങ്കര നാടനുമല്ല. വെരി നോർമൽ പെൺകുട്ടിയാണ്. അതെ. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പോയിട്ടുണ്ടോ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്ക് എന്ന് പറയാൻ ഞാൻ കൂടുതലും ഒറ്റയ്ക്കാണ്. കാരണം ഇപ്പൊ ഞാൻ 2 വർഷം വർക്ക് ചെയ്തപ്പോൾ ട്രിവാൻഡ്രത്തായിരുന്നു. ഒറ്റയ്ക്കാണ് പോയി വരിക. രാത്രിയിൽ പോവും. ഇവിടെ എറണാകുളത്തേക്ക് ഒറ്റയ്ക്ക് വരിക. അങ്ങനെ അധികം പോയിട്ടില്ല, വീട്ടിൽ നിന്ന് വിടില്ല, അതുകൊണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ചാടിയനെ. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകും. അവസാനമായിട്ട് ഒറ്റയ്ക്ക് പോയി കണ്ട സിനിമ ഏതാ? അവസാനമായിട്ട് ഇപ്പൊ ഒറ്റയ്ക്ക് പോയത് ഇപ്പൊ കുറച്ച് നാളായി. കാരണം ഞാൻ പോണ്ടിച്ചേരിയിലായിരിക്കുമ്പോൾ പോണ്ടിച്ചേരി ഫ്രണ്ട്സിന്റെ കൂടെ, ഇവിടുത്തെ ഫ്രണ്ട്സിന്റെ കൂടെ, അങ്ങനെ ഇപ്പൊ കുറേ ആയി. അങ്ങനെ ചോദിച്ചാൽ ഓർക്കുന്നു. ഒറ്റയ്ക്ക് ഷോപ്പിംഗിന് പോവോ? ഒറ്റയ്ക്ക് പോവാറുണ്ട്. ഒറ്റയ്ക്ക് റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കോ? കഴിച്ചിട്ടുണ്ട്, കഴിക്കാറുണ്ട്. അപ്പൊ അത്യാവശ്യം അഡ്വഞ്ചറസ് ആളാണ്. എനിക്ക് ഇപ്പൊ പൊതുവെ ഞാൻ അങ്ങനെയാണ്, ഒറ്റയ്ക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുപോലെ വണ്ടിയിൽ ഇപ്പൊ ആരെങ്കിലും എന്റെ അടുത്ത് വന്നിരുന്ന് കലബല സംസാരിച്ച കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബോറടിക്കും. അപ്പൊ ഞാൻ വേഗം ഇയർഫോൺസ് ഒക്കെ എടുത്ത് വെച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, അങ്ങോട്ട് നോക്കുകയില്ല. പിന്നെ വീട്ടിൽ ആരോടും പറയേണ്ടാണ് ആ ഫോട്ടോ അയച്ചേ പറഞ്ഞില്ലേ ഓഡിഷന്? ആ ഫോട്ടോ കയ്യിലുണ്ടോ? അപ്പൊ ഇപ്പൊ ഇല്ല. എന്റെ സ്റ്റുഡിയോയിൽ പോയി എടുത്തോ? ഇല്ലില്ല, അത് നമ്മള് FB-ലൊക്കെ ഇടുന്ന സെൽഫീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനോട് ദിലീഷേട്ടൻ പറയുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ഒരുപാട് ആളുകൾ അങ്ങനെ വിത്ത് മേക്കപ്പ് ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പോയി എടുത്ത ഫോട്ടോ ആണ്. ലിജോടെ നോക്കിയപ്പോ നമ്മൾ വെറുതെ മേക്കപ്പ് ഒന്നും ഇല്ല, നോർമൽ കുറെ ഫോട്ടോസ് ആണ്. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഓക്കെ എങ്കിൽ വിളിക്കാം, അതാണ് വിളിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ നോർമൽ ഫോട്ടോസ് ആണ് അയച്ചത്. നമ്മൾ വെറുതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുക, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന കൂതറ ഫോട്ടോസ്. അല്ല, സിനിമയിൽ അഭിനയിക്കാൻ തന്നെ അല്ല മനസ്സിൽ വിചാരിച്ചിരുന്നത്. അല്ല, കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നല്ലോ. അവര് കണ്ടോട്ടെ. ശരിക്കും അതെ, പൊട്ടനൊക്കെ ലോട്ടറി കിട്ടി എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയായിരുന്നു ഞാൻ സിനിമയിലോ. നാടിവിടെ പീരുമേടല്ലേ? അതെ. അപ്പൊ പീരുമേഡിൽ ആദ്യമായിട്ട് ഒരു നടിയായിട്ടൊക്കെ വന്നപ്പോ, പ്രത്യേകിച്ച് മഹേഷിന്റെ പ്രതികാരം ഇത്രയും ഹിറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഒപ്പം സോണിയും ഹിറ്റായല്ലോ. നാട്ടിലെന്തായിരുന്നു വരവേൽപ്പൊക്കെ ഉണ്ടായിരുന്നോ? ഒന്നുമില്ലെന്നേ. സ്വീകരണം തന്നില്ലേ? ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു എന്നെ ആരും ഇപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നാ. എനിക്ക് നാട്ടിലും അതെ, ആർക്കും ഒരു വിലയില്ല, തിരിച്ചറിയുന്നില്ല ആരും, ഒരു മനുഷ്യനെ അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ +2 കഴിഞ്ഞപ്പോൾ വിട്ടതാണ് പീരുമേട്. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്തത് ഇവിടെ കൊച്ചി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം വർക്ക് ചെയ്തത് തിരുവനന്തപുരത്താണ്. അത് കഴിഞ്ഞിട്ട് PG ചെയ്യാൻ ഞാൻ പോണ്ടിച്ചേരിക്ക്. അപ്പൊ ഇപ്പൊ നാട് വിട്ടിട്ട് കുറെ നാളായി. ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കും പുതിയ ആളുകൾക്കൊന്നും എന്നെ അറിയില്ലാഞ്ഞിട്ടാണോന്ന് അറിയില്ല, അതോ അറിയാത്ത ഭാവം നടിക്കണോന്ന് മനസ്സിലാവണില്ല. അതും അറിയില്ല. ഏതായാലും ആളുകൾക്കൊന്നും എന്നെ മനസ്സിലാവുന്നില്ല. പഴയ ലിജോ തന്നെ, എല്ലാരും കാണുമ്പോൾ ചിരിക്കും, അത്രേ ഉള്ളൂ. അതായത് വിശേഷം ചോദിക്കൽ ഒന്നുമില്ല. PG കഴിഞ്ഞിട്ട് PhD എടുക്കണം എന്നൊക്കെ ആയിരുന്നില്ലേ ആഗ്രഹം? അതെ. അപ്പൊ സിനിമയിലോട്ട് മാറി കഴിഞ്ഞപ്പോ ഒരു സങ്കടമൊന്നുമില്ല PhD എടുക്കാത്തതില്? ഞാൻ ഏതായാലും PhDക്ക് പോകും. അത് ഞാൻ മാറ്റിയിട്ടില്ല, എന്റെ പ്ലാൻ ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. എന്താ പ്ലാൻ കേക്കട്ടെ? എനിക്ക് കോളേജ് ലെക്ചറർ ആവണം എന്നാണ് ആഗ്രഹം. ലൈബ്രറി സയൻസ് അല്ലേ പഠിച്ചത്? അതെ. PGക്ക് PhD അപ്പൊ എന്ത് ചെയ്യാനാ? എനിക്ക് മീഡിയ ലൈബ്രറീസിനെ പറ്റിയിട്ട് PhD എടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ പിന്നെ ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ ആഗ്രഹമായിരുന്നു കേട്ടോ ഡോക്ടർ ആവണമെന്ന്. അത് നടന്നില്ല. അപ്പൊ ഇങ്ങനെങ്കിലും എനിക്കൊരു ഡോക്ടറേറ്റ്, ഡോക്ടർ ലിജോ മോൾ ജോസ് എന്ന് കിട്ടുമോ നോക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് കോളേജ് ലെക്ചർ ആവാനാണ് താല്പര്യം, ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. മുന്നിലൊരു ഡോക്ടർ വന്നാൽ മതി, അതിന് ആദ്യം MBBS ട്രൈ ചെയ്തു, അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ
PhD എടുക്കാൻ കരുതി അല്ലേ? ഇല്ല, MBBS ഞാൻ പക്ഷെ ട്രൈ ചെയ്തില്ല കേട്ടോ. +2 കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ വിഷ്വൽ മീഡിയ. കിട്ടിയാനല്ലേ? അങ്ങനെയല്ല, ചോദിച്ചോ? ഇല്ലില്ല, ഞാൻ വിഷ്വൽ മീഡിയക്ക് തന്നെയാണ് വന്നത് +2 കഴിഞ്ഞ ഉടനെ. നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചും പാസ്റ്റിനെ കുറിച്ചും സംസാരിക്കാം. നമുക്ക് കറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഇപ്പൊ എന്താ പരിപാടി? ഇപ്പോഴത്തെ പ്ലാൻ എന്താ? ഇനി കുറച്ച് 4-5 സിനിമയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ PhD എടുക്കണം എന്നാണോ? അതെ, തീർച്ചയായും. ഇനി ഞാൻ ഏതായാലും ഇത്തവണത്തെ അക്കാഡമിക് ഇയറിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്യും. പക്ഷെ കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. കാരണം ഞാൻ ഇപ്പം നല്ല ഉഴപ്പാണ്, പഠിക്കാൻ പറ്റിയിട്ടേ ഇല്ല. ഇപ്പോൾ വേറൊരു മൂവിയൊക്കെ വന്ന് ഇപ്പോൾ പഠിത്തമൊക്കെ വളരെ ഉഴപ്പി. അപ്പോൾ നോക്കട്ടെ, ഇല്ലെങ്കിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലെങ്കിലും PhDക്ക് ജോയിൻ ചെയ്തിരിക്കും, ഉറപ്പാണ്. നാട്ടിൽ നിൽക്കാത്ത ആളാണല്ലോ, അപ്പൊ എവിടെയാ താമസം? ഇപ്പോൾ PG കഴിഞ്ഞിട്ട് വന്നു, പിന്നെ ഇങ്ങനെ ഫിലിം ലൊക്കേഷൻസിലൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ടപ്പന കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ മൂവി വന്നപ്പം കൂടുതലും ലൊക്കേഷനിലാണ് ഇപ്പോൾ താമസം. അല്ല, ചുരുക്കത്തിൽ ഇപ്പോൾ ലിജോയ്ക്ക് ഒരു കത്ത് എഴുതണമെങ്കിൽ എങ്ങോട്ട് അയക്കണം ഞാൻ ചോദിച്ചത്. അത് വീട്ടിലേക്ക് അയച്ചാൽ മതി, ഞാൻ എപ്പോഴെങ്കിലൊക്കെ എത്തും. മാസത്തിലൊന്നെങ്കിലും വീട്ടിൽ പോകാറുണ്ടോ? ഈ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, ഒരു 1.5 മാസം കൂടി ഞാൻ വീട്ടിൽ പോയിരുന്നു. ലൊക്കേഷനിൽ തനിയെ പോവാ? ഇല്ല, അച്ഛൻ വരും. ഒറ്റയ്ക്ക് പോകാനൊന്നും ആയിട്ടില്ല. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ അതോ അച്ഛൻ വിടാത്തോണ്ടാണോ? സമ്മതിക്കില്ല, അതും വീട്ടിൽ. കൊറേ ആഗ്രഹങ്ങളുള്ള കുട്ടിയാണ്, പക്ഷെ എന്താണ് വീട്ടുകാർ വിടുന്നില്ല അല്ലേ? അതെ, ചുരുക്കത്തിൽ ഒന്ന് കയറിന്റെ അറ്റൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പറന്നു പോയിക്കോളും. അല്ല, എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ഒറ്റയ്ക്ക് നിന്ന് നോക്കാം, എന്താ പ്രശ്നം അങ്ങനെ. കാരണം എല്ലാവരും ഒരു ഫാമിലി പോലെ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കുഴപ്പമില്ല, അടുത്ത റൂംസിലൊക്കെ ആളൊക്കെ ഉണ്ടാവും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ല, ഉറപ്പാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ സമ്മതിക്കില്ല. അതെ, ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ് എന്നാണ്. അയ്യോ, നെഞ്ചിടിക്കുന്നേ. എന്തിനാ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് പടപടയെന്ന് ഉത്തരം പറഞ്ഞോ. അധികം ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നോക്കട്ടെ. നമ്പർ 1, സിനിമ സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് കഥ, സംവിധായകൻ, കോസ്റ്റാർസ്. കഥ. എന്റെ ഇരട്ട പേര് ഡാഷ് ആണ്. എനിക്ക് ഇരട്ട പേരൊന്നും ഇല്ല. കള്ളി. ഇല്ല, സത്യം പറ. ഇല്ല, ഇരട്ട പേരില്ല. ലിജോ മോൾ എന്ന പേരുകാരിക്ക് ഒരു ഇരട്ട പേരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഇല്ല, സീരിയസ്ലി ഇല്ല, എനിക്ക് ഇരട്ട പേരില്ല. എന്തോ ഒറ്റ ചോദ്യം, എനിക്ക് ഇരട്ട പേരുണ്ട്, യെസ് ഓർ നോ, അത് പറഞ്ഞാൽ മതി. ഞാൻ എന്താന്ന് ചോദിക്കില്ല. നോ, എനിക്കില്ല, സീരിയസ്ലി എനിക്ക് ഇരട്ട പേരില്ല. പിടിച്ചോളാം ഞാൻ. 2016 മലയാള സിനിമയിലെ പുതുമുഖങ്ങളിൽ ലിജോയെ ഞെട്ടിച്ച താരം ഡാഷ് ആണ്. എന്നെ ഞെട്ടിച്ചത് കുറെ പേരുണ്ടല്ലോ. കമ്മട്ടിപ്പാടത്തിലെ ബാലൻചേട്ടൻ, മണികണ്ഠൻ ഫേവറേറ്റ് ആണ്. അതെ. നമുക്ക് കോമ്പറ്റീഷനാ? അയ്യോ, അല്ല, പുതുമുഖങ്ങളിൽ പറഞ്ഞില്ല. ചിലവര് പറയാ ലിജോയുടെ പ്രകടനം കണ്ട് ഞെട്ടിന്നാണ്, അതാണ് ചോദിച്ചത്. അല്ല, ഇല്ല, എനിക്ക് കോമ്പറ്റീഷൻ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. സ്വന്തം പേര് മാറ്റേണ്ടി വന്നാൽ ഞാൻ എനിക്കിടുന്ന പേര് ഡാഷ് ആണ്. സൈറ. സൈറ ഫ്രണ്ടിന്റെ പേരായിരിക്കും. അല്ല, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല, ഞാൻ ഇപ്പൊ ആലോചിച്ച് കണ്ടുപിടിച്ചതാ. ശരി. സിനിമയിൽ എന്നെ കാണാൻ ഡാഷിനെ പോലെയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ആരെ പോലെ? എന്നെ കാണാൻ ഏതെങ്കിലും ഒരു നടിയുടെ ഛായയോ? പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഒരാളെ, എനിക്ക് ആരെ പോലെയോ ഒരാളെ, എനിക്ക് പേരറിയില്ല. ഈ മനുഷ്യർ നുണ പറയുമ്പോണ്ടല്ലോ, മുഖത്തേക്ക് നോക്കില്ല എന്ന് ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ആലോചിക്കുന്നില്ല. സീരിയസ്ലി, ഏതോ ഒരു പഴയ ഒരു ഫിലിമാണ്, അതിലെ ഒരു നായിക പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഫോട്ടോ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ പേര് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. ആരാ പറഞ്ഞത്? കുറെ പേര് FBയിൽ വരുന്ന മെസ്സേജസ്, അതല്ലാതെ എന്നെ കണ്ടിട്ട് ആരെങ്കിലും പോലെ ഉണ്ട് എന്ന് നേരിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആരും എന്നെ തിരിച്ചറിയാറില്ലല്ലോ. ഓ, അതിങ്ങനെ ഇടക്കിടക്ക് എടുത്ത് പറയണ്ട കേട്ടോ. അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സങ്കടമാണ് ഇടക്കിടക്ക് പുറത്തു വരിക. ശരി, ഞാൻ അവസാനമായി വാട്സാപ്പ് ചെയ്ത മെയിൽ സെലിബ്രിറ്റി ഡാഷ് ആണ്. ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മളിങ്ങനെ വാട്സാപ്പ് ചെയ്തോണ്ടിരിക്കുമല്ലോ. അതെനിക്ക് തോന്നുന്നു അസ്കർ അലി, ആസിഫ് അലിയുടെ ബ്രദർ അസ്കർ അലി. ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോ ഒരു മൂവി ചെയ്തത്. അവനൊരു സെലിബ്രിറ്റി ആവുന്നതേ ഉള്ളൂ കേട്ടോ, പക്ഷെ നിലവിൽ ബ്രദറാണ്. അതെ, ആസിഫിന്റെ ബ്രദറാണ്. പുരുഷന്മാരിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന സ്വഭാവം ഡാഷ് ആണ്. പുകവലി. 2 ഓപ്ഷൻസ് തരാം അടുത്ത സിനിമയിൽ അഭിനയിക്കാനായിട്ട്. നിവിന്റെ നായിക ഓർ മോഹൻലാലിന്റെ അനിയത്തി. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. നിവിന്റെ നായിക അല്ലെങ്കിൽ ലാലേട്ടന്റെ അനിയത്തി? നിവിന്റെ നായിക. ലാലേട്ടൻ കേക്കണ്ട. ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, യെസ് ഓർ നോ? യെസ്. സീരിയസ്ലി യെസ്. മോർ ദാൻ 2 times, മോർ ദാൻ 5 times, ലെസ് ദാൻ 10 times? ഇതിലൊന്നിലും പെടില്ലെങ്കിലോ? മോർ ദാൻ 10? അതല്ല, ഒന്ന് എന്നെങ്ങനെ പറയും? മോർ ദാൻ 2 പറ്റില്ലല്ലോ. 1 ആണോ? അതെ, 1. ഉറപ്പിക്കാം. 1 ക്രഷ് ചെയ്താലും ഞാൻ കണക്കാക്കുന്നില്ല. ഓ, അതാവുമ്പോ മോർ ദാൻ 10 വേണ്ടി വരും അല്ലേ? ഞാൻ പറയുന്നില്ല, നോ കമന്റ്സ്. ഫാഷൻ കോൺഷ്യസ് ആണോ? അല്ല, തീരെയല്ല. എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇല്ല, ഫാഷൻ കോൺഷ്യസ് അല്ല. എന്താ ഫാഷൻ കോൺസെപ്റ്റ്? എന്താ? ഞാനൊരു സിനിമാ താരത്തിനോടാണ് ചോദിക്കണേ കേട്ടോ. ഞാൻ വീട്ടിലെ പെൺകുട്ടിയെ വിളിച്ചിരുത്തിയിട്ടല്ലേ സ്പോട്ട്ലൈറ്റ് ചെയ്യണേ. ഞാൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇയറിംഗ്സ് ശ്രദ്ധിക്കില്ല, ഞാൻ മാലയിടാറേ ഇല്ല, വളയിടാറില്ല. ആകെ ഒരു വാച്ച് ഉണ്ട്. പിന്നെ ഇത് റീസെന്റ് ആയിട്ട് വാങ്ങിയതാണ് ഈ കയ്യില്, മറ്റേ രുദ്രാക്ഷം മാല പോലെ ചുറ്റി ഇപ്പൊ കയ്യിലിട്ടു. ഇത്രേ ഉള്ളൂ. ഇപ്പോഴും ഇപ്പൊ അത് വാങ്ങിയിട്ട് ഇതുവരെ മാറ്റിയിട്ടില്ല. അതുവരെ ഈ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഈ കൈ ഒഴിച്ചിടും. അതല്ലാതെ എന്തെങ്കിലും ചെറിയ ഇയറിംഗ്സ് വാങ്ങും എന്നല്ലാണ്ട് വേറെ
വേറെ ഒന്നുമില്ല. പൊട്ടുതൊടില്ല, കാജൽ വാങ്ങും, ലിപ്സ്റ്റിക് ഇല്ല, ലിപ് ബാം, അത്രേ ഉള്ളൂ. ചുരുക്കത്തിൽ വലിയ ചെലവില്ല അല്ലേ? ഇല്ല. ഞാൻ പണ്ട് ഇവിടെ ഡിഗ്രി ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പഠിക്കാൻ ചെന്ന് ഫുൾ പോയി. എന്താ എനിക്കറിയില്ല. ഇപ്പൊ തീരെ താല്പര്യമില്ല പൊട്ടുകൾ, അങ്ങനെ ഒരുങ്ങി നടക്കാൻ താല്പര്യം കുറവാണ്. സാധാരണ സിനിമയിൽ കയറി കഴിഞ്ഞാലേ മിക്കവാറും നടിമാരാട്ടോ കണ്ടിരിക്കുന്നത്. 1-2 സിനിമ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് ഒരേ ക്യാരക്ടറിൽ തളച്ചിടപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഫോട്ടോഷൂട്ട് അങ്ങനെ നടത്തും, ഒരു മേക്ക് ഓവർ ഒക്കെ. അങ്ങനെയൊന്നും നടത്താനൊന്നും തോന്നിയിട്ടില്ല. കാരണം ഓൾറെഡി പറഞ്ഞു ഞാൻ ഈ പാവപ്പെട്ട റോൾസ് ഒന്നും ചെയ്യൂല, പാവം കൈൻഡ് ഓഫ് റോൾസ് ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പൊ ഫോട്ടോഷൂട്ട് മേക്ക് ഓവർ അങ്ങനെ എന്തെങ്കിലും നടത്തിയോ? ഇല്ല, ഞാനൊരു ഫോട്ടോഷൂട്ട് നടത്തി. പക്ഷെ അത് മേക്ക് ഓവർ ഒന്നും അല്ല, ഒരു നോർമൽ ഫോട്ടോഷൂട്ട്. സാരി എടുത്തിട്ട് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടാണോ? അല്ല, അതെനിക്ക് ഫ്രീ ആയിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ്. ചോദിച്ചതാ. ഇല്ല, അതല്ലാതെ മേക്ക് ഓവർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇഷ്ടമില്ലാത്തോണ്ടാണോ? ഇല്ല, എനിക്ക് അങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല. എനിക്ക് ഫോട്ടോഷൂട്ട് നടത്തണം എന്ന് തോന്നിയിട്ടില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, അതെനിക്ക് ഫ്രീ ആയിട്ട് ഒരു ഓഫർ വന്നു. അതും ആ ചേട്ടന് വേണ്ടിയിട്ടും കൂടിയാണ്, പുള്ളിക്ക് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടാ മാത്രല്ലേ പുതിയ പുതിയ ആൾക്കാരൊക്കെ വിളിക്കുള്ളൂ. ആ ലിജോയ്ക്ക് ഇങ്ങനെ ഒരു ഗെറ്റപ്പ് ഒക്കെ ചേരുവോ എന്നൊക്കെ കണ്ടിട്ട്. ഇല്ല, അതിന് വേണമെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് FB-ൽ ഞാൻ തന്നെ ഫോട്ടോസ് ഇട്ടോളാം, അത്ര മതി തൽക്കാലം. അപ്പൊ പറഞ്ഞല്ലോ ഇങ്ങനെ പാവം കൈൻഡ് ഓഫ് റോൾസിന് ചെയ്യില്ല, കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള റോൾസേ ചെയ്യുള്ളൂ എന്ന്. അപ്പൊ അതെങ്ങനെ നാലാൾ അറിയും സിനിമാക്കാര്? അല്ല, എനിക്ക് തോന്നുന്നു എന്റെ FB-ലെ പ്രൊഫൈൽ പിക്ചേഴ്സ് ഒക്കെ കണ്ടാൽ ഏതായാലും ഞാൻ ഇപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സ് പോലെയാണെന്ന് ഏതായാലും ആളുകൾ പറയില്ല. എന്റെ ഫോട്ടോസ് കണ്ടാൽ വളരെ നാടനാണെന്ന് ഏതായാലും എന്നെ കണ്ടാൽ പറയില്ല. ഒറിജിനൽ ഫോട്ടോസ് കണ്ടാൽ പറയില്ല. അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. FB-ൽ ഫോട്ടോസ് അല്ലേ? ഓഹോ, അപ്പൊ ഇത്തരം ഫോട്ടോസ് സിനിമാക്കാര് കണ്ടെന്നെ വിളിക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടെയാണ് പടങ്ങളൊക്കെ ഇട്ടിരിക്കണത്. അല്ലല്ല, പണ്ടേ അങ്ങനൊക്കെ തന്നെയാണ്. അല്ല, ഞാൻ ദുരുദ്ദേശമുണ്ട്. ഞാൻ പറഞ്ഞില്ല ഒന്നും. വീണ്ടും പേജ് ആരാ മെയിൻറ്റെയിൻ ചെയ്യണത്? അത് എനിക്ക് പരിചയമുള്ളൊരു ചേട്ടനാണ്. അപ്പൊ അതിലിടാനുള്ള ഫോട്ടോസ് ഒക്കെയോ അയച്ചു കൊടുക്കോ? ഇല്ല, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇതുവരെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടില്ല. കട്ടപ്പന ഋതിക് റോഷന്റെ ലൊക്കേഷൻ സ്റ്റിൽസ് മാത്രം ഞാൻ കുറച്ച് അയച്ചു കൊടുത്തിരുന്നു. ബാക്കിയെല്ലാം ഞാൻ FB-ൽ ഇടും, അത് പുള്ളി അങ്ങനെ അതിലേക്ക് ഇടും, അത്രേ ഉള്ളൂ. അതല്ലാതെ ഒന്നുമില്ല, ഞാൻ അല്ലാതെ കൊടുത്തിട്ടിട്ടില്ല. ചുരുക്കത്തി സിനിമയിൽ നിലനിൽക്കാൻ തീരെ എഫേർട്ട് എടുക്കാത്ത ഒരാളാണ് എന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതെ, കല്യാണപ്രായത്തിൽ നിൽക്കുന്ന ആൺകുട്ടികളുണ്ടല്ലോ കേരളത്തിലെ, അവരില് ഭൂരിഭാഗം പേരുടെ ആഗ്രഹമാണ് ലിജോമോളെ പോലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നത് കേട്ടിട്ടില്ലേ? ഉണ്ട്. എന്നെ പോലെയല്ല, ശരിക്കും കനിയെ പോലെ ഒരു പെൺകുട്ടി എന്നാണ്. കനിയും ഞാനും ഒരുപോലെ അല്ല എന്ന് വിചാരിക്കുന്നു ലിജോയെ പോലെ. അതെ, സ്വന്തം ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. അത് പൊട്ടിപ്പാളിസായോ അത് ഇപ്പോഴും ഉണ്ടോ? പൊട്ടിപ്പാളിസായി. ഇപ്പൊ സിംഗിൾ ആണ്? ഇപ്പൊ സിംഗിൾ ആണ്. ഉറപ്പാണ്? അതെ. ഒന്നുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റി പറയൂ? ഇല്ല, ഇപ്പൊ സിംഗിൾ ആണ്. അപ്പൊ പ്രതീക്ഷയുണ്ട് ഫാൻസിനൊക്കെ? വേണ്ട, ആരും പ്രതീക്ഷിക്കണ്ട. ഇപ്പൊ സിനിമയിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രണയലേഖനങ്ങളൊക്കെ വരുന്നുണ്ടോ? പ്രണയലേഖനങ്ങൾ ഇല്ല. ചിലര് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കെട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. തുറന്നു ചോദിക്കൂല്ലേ? അതെ, അത്രയുണ്ട്. പക്ഷെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറേ ഇല്ല. ഒരു 2 മെസ്സേജ് കൂടെ മാക്സിമം വരും, പിന്നെ അത് തനിയെ കട്ട്. എങ്ങനെ ഹാൻഡിൽ ചെയ്യണ ഫാൻസിനൊക്കെ? എനിക്ക് ടൈം ഉള്ളപ്പോ ഇടയ്ക്ക് മാത്രം FB-ൽ റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറെ ഉണ്ടാവും. അപ്പൊ എനിക്കിങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വേറെ ഹായ് ഒക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറേ ഇല്ല. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ലെങ്തി ഒക്കെ ഉണ്ടെങ്കിൽ എന്താന്ന് വായിച്ചു നോക്കും. ഓക്കെ, നല്ല എന്തെങ്കിലും ആണെന്ന് തോന്നിയാൽ തിരിച്ച് റിപ്ലൈ, അത്രേ ഉള്ളൂ. അതായത് തച്ചിനിരുന്ന് ആരെങ്കിലും കഷ്ടപ്പെട്ട് എന്തെങ്കിലും എഴുതി കുറിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ റിപ്ലൈ ചെയ്യും. അതെ. ഇനി ഇത് പറഞ്ഞിട്ട് വേണം ഇന്ന് തൊട്ട് ഫേസ്ബുക്കിൽ കാണാനായിട്ട്. ഞാൻ FB തൽക്കാലം ക്ലോസ് ചെയ്യുന്നു. സ്വന്തം ലൈഫില് പ്രണയം പറഞ്ഞു, റിയൽ ലൈഫില് വേറെ ആർക്കെങ്കിലും വേണ്ടി പ്രണയത്തിന് കൂട്ടു വന്നിട്ടുണ്ടോ? അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടില്ല. എന്റെ സഹായം ആർക്കും ആവശ്യം വന്നിട്ടില്ല. പരസഹായം കൂടാതെ തന്നെ പ്രേമിക്കാൻ എല്ലാരും പഠിച്ചു അല്ലേ? പഠിച്ചു. സിംഗിൾ ആയിട്ട് ഇരിക്കണ താല്പര്യം ഇല്ലാത്തോണ്ടാണോ അതോ കരിയറിൽ ഫോക്കസ് ചെയ്യാനാണോ അതോ നല്ലൊരാളെ കാണാത്തോണ്ടാണോ? അല്ലല്ല, താല്പര്യമില്ല. താല്പര്യം പോയി, ഒരെണ്ണം പൊളിഞ്ഞതോടെ പോയി, മതി. എന്നിട്ട് എങ്ങനെ കരഞ്ഞു നിലവിളിച്ചിരുന്നോ? കുറച്ച് നാള്. ഇപ്പൊ ഓക്കെ. കുറെ നാളായോ ഇപ്പൊ പൊട്ടി പളിച്ചായിട്ട്? കുറച്ച് നാളായി. സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണോ? അതെ. ഫസ്റ്റ് പടം കഴിഞ്ഞിട്ടല്ലേ? അതെ, ആയിരിക്കുമല്ലോ. അതെന്താ ബോയ് ഫ്രണ്ട് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കണ്ടാന്ന്? ഇല്ലില്ല, അങ്ങനെ ഒരിക്കലും പറയില്ല. നമുക്ക് ടോപ്പിക് ചേഞ്ച് ചെയ്യാം പ്ലീസ്. സംസാരിക്കുമ്പോ മുഖത്ത് നോക്കി സംസാരിക്കുമോ? എന്നാ ടോപ്പിക് ചേഞ്ച് ചെയ്യാം. സിനിമ കാണുന്നവര് ഒരാളെ ആ ക്യാരക്ടർ നെയിമിൽ ഓർത്തിരിക്കുന്നത് ആ അഭിനയിക്കുന്ന ആളുടെ ഒരു വലിയൊരു പ്ലസ് ആണ്. അങ്ങനെ സ്വന്തം ക്രെഡിറ്റില് 2 പ്ലസസ് ഉള്ള ലിജോമോളാണ് ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് കേട്ടോ. അതെ. സിനിമയിലായിരിക്കുന്നതിന്റെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പറഞ്ഞേ. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എവിടെ പോയാലും, ഇപ്പൊ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഏതായാലും മലയാളികളുണ്ട് എല്ലായിടത്തും. അപ്പം നമ്മളെ തിരിച്ചറിയാൻ ആളുകൾ ഉണ്ടാവാന്ന് പറയുന്നത് പൊതുവെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോ ശാലിനി ആണെങ്കിലും പുറത്തു പോകുമ്പോൾ RJ ശാലിനിന്ന് കുറച്ച് ഫോട്ടോസ് എങ്കിലും കണ്ടിട്ട് ആളുകൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് എന്തായാലും സന്തോഷമായിരിക്കും. ബൈ ദ വേ, ഞാൻ എന്റെ ഒരു ഫോട്ടോ പോലും പബ്ലിക്കിനെ കാണിച്ചിട്ടില്ല. സോറി. അപ്പൊ ഇന്ന് എടുത്ത ഫോട്ടോയും ഇടില്ലല്ലേ? ഇല്ല, എന്റെ ഫോട്ടോ ഇടില്ല,
ലിജോയുടെ ഫോട്ടോ ഇടും. വെരി നൈസ്. ഇല്ല പറഞ്ഞോ. ഓക്കെ, പക്ഷെ ആളുകൾ തിരിച്ചറിയുമ്പോൾ സന്തോഷമാണ്, പക്ഷെ അതേ സമയം പ്രൈവസി പോകും. അങ്ങനെ ഒരുപാട് ന്യൂസുകളുണ്ട്. ഇപ്പൊ പാപ്പരാസി, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതെ, പോസിറ്റീവും നെഗറ്റീവും അത് തന്നെയായിരിക്കും. ഈ നെഗറ്റീവ്സ് ഒക്കെ തരണം ചെയ്തും ഫിലിം ഫീൽഡിൽ നിൽക്കണമെങ്കിൽ പോസിറ്റീവ്സ് കൂടുതലായിരിക്കണമല്ലോ. അതെ, അത് ശരിയാണ്. അന്നാ പറഞ്ഞേ 1, 2, 3, 4 ഒക്കെ ഇട്ട് പറയാം ഓരോരോ പോസിറ്റീവ്സ് തോന്നിയിട്ടുള്ളത്. വേറെ പോസിറ്റീവ്സ്, നല്ലോണം കാശുണ്ടാക്കാം. അതെ, നല്ലപോലെ കാശുണ്ടാക്കാം, കുറെ സ്ഥലങ്ങൾ കാണാം. അതെ ശരിയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് കുറെ സ്ഥലങ്ങൾ കാണാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് ആരുടെ ഇന്റർവ്യൂ നടക്കണേ? അല്ല, എന്റെ തന്നെയാണ്. ചോദ്യം ഞാൻ ചോദിക്കണം, ഉത്തരവ് ഞാൻ തന്നെ പറഞ്ഞുതരണം പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആവും. അതുപോലെ നമ്മളുടെ സെൽഫ് അപ്പിയറൻസിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കും. അതെനിക്ക് തോന്നുന്നു പോസിറ്റീവാണ്. കുറച്ചുകൂടെ നമ്മുടെ ലുക്കിലൊക്കെ മാറ്റം. അത് തന്നെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നും. അല്ല, അത് എനിക്ക് ഫിലിമിൽ വരുന്നതിന് മുമ്പേ, ഇപ്പൊ പണ്ട് തൊട്ടേ ഞാൻ പറയുന്ന ഒരു ആഗ്രഹമാണ്, എനിക്ക് മുടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഈ മുടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ ഫിലിമിന് വേണ്ടിയിട്ട് ചെയ്തതല്ല. ഏതായാലും എന്റെ ആദ്യത്തെ മുടി എങ്ങനെയാണ് എന്നുള്ളത് മഹേഷിന്റെ പ്രതികാരത്തിൽ എല്ലാവരും കണ്ടു. അതെ, കണ്ടതാണ്. അതെ, അതുകൊണ്ട് ഞാൻ മുടി വെട്ടി. അല്ല, ഞാൻ മുടി എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടാറുണ്ട്. പിന്നെ അതില് ആ സമയമായപ്പോ എനിക്ക് മുടിയും വെട്ടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രാകൃത രൂപം വേണമെന്ന് പറഞ്ഞു പോയല്ലേ? അതെ, പക്ഷെ എങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം ആ ഒരു ലുക്കിലും എന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഇപ്പൊ എന്തായിരിക്കും? അതാണ് ഇപ്പൊ എന്തായിരിക്കും, പക്ഷെ ആരും എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ. കിട്ടിയ കാശ് ഞാൻ സേവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല. അതിപ്പോ പണ്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. എല്ലാ മാസവും ഇങ്ങനെ സാലറി കിട്ടുമ്പോൾ സേവ് ചെയ്യാനൊക്കെ കുറെ ശ്രമിക്കും. വീട്ടിലെപ്പോഴും പറയും, പക്ഷെ എന്റെ കയ്യിലൊന്നും നിൽക്കില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കളയും. ഇപ്പൊ എത്ര രൂപ അക്കൗണ്ടിൽ ബാക്കിയുണ്ട് കിട്ടിയ ശമ്പളത്തിൽ നിന്ന്? ഇപ്പൊ ഒരു 29,000 ഉണ്ടാവും, അത്രേ ഉള്ളൂ. സത്യം? സീരിയസ്ലി? ഒരു സിനിമ നടിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ അത്രേ ഉള്ളൂ നിലവിൽ. ഭയങ്കര ദൂർത്താണല്ലേ? അതെ. എന്തായി വാങ്ങിച്ചു കൂട്ടണേ? ഒന്നും ഇഷ്ടമല്ല, ഫാഷൻ കോൺഷ്യസ് അല്ല, എവിടേക്കും പോവാനും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ ആള്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നന്നായി ഭക്ഷണത്തിന് വേണ്ടിട്ട് കാശ് കളയും. പിന്നെ ശരീരത്തിൽ പിടിക്കാത്തതാണോ? ശരീരത്തിൽ പിടിക്കാത്തതാണ്. ധൈര്യമായിട്ട് കഴിക്കാലോ. അതെ, വണ്ണം വെക്കില്ല. അമ്മയ്ക്കും പാരമ്പര്യമായിട്ട് അങ്ങനെ ആർക്കും വണ്ണമില്ല. ഞാൻ ഒരു പ്യുവർ നോൺ വെജ് ആണ്. വെജ് എന്ന് കേൾക്കുന്നതേ കലിയല്ലേ? കഴിക്കും, പക്ഷെ എനിക്ക് വീട്ടിലുണ്ടാക്കുന്നത്, അമ്മ എന്തെങ്കിലും എന്ത് വെജ് ഉണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കും. പക്ഷെ പുറത്തുനിന്ന് അങ്ങനെ അധികം എനിക്ക് നോൺ വെജ് കഴിക്കാനാണ് താല്പര്യം. വേറെ കാശ് ചെലവാക്കുന്നത് ഡ്രസ്സ് എടുക്കും, കോസ്മെറ്റിക് ഐറ്റംസ് ഇല്ല. വേറെ ഏതൊക്കെ വഴിക്കാ കാശ് പോകുന്നത് ഞാനും ആലോചിക്കും. ട്രാവൽ ചെയ്ത് കാശ് കളയാറുണ്ടോ? ട്രാവൽ ചെയ്ത് അധികം ഞാൻ കാശ് കളയാറില്ല. ഈ സിനിമയിൽ വന്നതിന് ശേഷം വാങ്ങിച്ചിട്ടേല് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞേ, എന്ത് സാധനം? മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് 70,000. ഈവൻ 70? ഓക്കെ, അതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ വാങ്ങിയത്. ഇനി അടുത്ത് എന്ത് വാങ്ങിക്കണം ആഗ്രഹം ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ട്? നിലവിൽ പ്ലാൻസ് ഒന്നും ഇല്ല, ഒന്നും വാങ്ങണം എന്നില്ല. അതൊക്കെ അപ്പോഴുള്ള തോന്നലാണ്, അത്രേ ഉള്ളൂ. നോക്കണ്ട. ഞാനൊന്നും നോക്കണില്ലേ. അധികം ഒന്നും സംസാരിക്കാത്ത, വളരെ അടങ്ങി ഒതുങ്ങിയ, വളരെ നല്ല കുട്ടിയാണെന്ന് ഇവിടെ വന്നപ്പോ തൊട്ട് എന്റെ അടുത്ത് ലിജോ തന്നെ പറഞ്ഞോണ്ടിരുന്ന കേട്ടോ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഗുണം എന്താണെന്നറിയോ? ഇവരധികം സംസാരിക്കില്ല, പക്ഷെ ബാക്കിയുള്ളവരെ നന്നായിട്ട് വാച്ച് ചെയ്യും. ഒബ്സർവേഷൻ ക്വാളിറ്റി ഒക്കെ ഉണ്ടോ? അത്യാവശ്യം. പക്ഷെ ആക്ട്രസിനൊക്കെ വേണ്ട അത്ര ആയിട്ടില്ല, എങ്കിലും ഉണ്ട്, ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇത്ര നേരം സ്പോട്ട് ലൈറ്റിൽ ഇരുന്നിട്ട് എന്നെ ഒബ്സർവ് ചെയ്തോ? അത് കുറവാ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് സംസാരിക്കുന്നത്. പലതവണ കംപ്ലൈന്റ് മുഖത്തേക്ക് നോക്കുന്നേ ഇല്ല. അതിപ്പോ എന്റെ ചോദ്യങ്ങൾ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ. പക്ഷെ പേടിക്കണ്ട, ഇതുവരെ ലിജോ അഭിനയിച്ച 2 സിനിമ ഉണ്ടല്ലോ. മഹേഷിന്റെ പ്രതികാരം ഉണ്ട്, റിലീസായത്. പിന്നെ ഒന്ന് കട്ടപ്പനയിലെ ഹൃതിക് റോഷനും. ഇതില് കൂടെ അഭിനയിച്ച സ്റ്റാർസ് ഉണ്ടല്ലോ, കോ സ്റ്റാർസ്. അവരിൽ കുറച്ചു പേരുടെ പേര് ഞാൻ പറയും. അവരെ 1 വേർഡിൽ അല്ലെങ്കിൽ 1 സെന്റൻസിൽ ഡിസ്ക്രൈബ് ചെയ്യാം. That's it, simple. What do you feel about them? Number 1, നാദിർ ഷാ. ഇത്രയും കൂളായിട്ട് ഒരു ഫിലിം ഡയറക്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടില്ല, പക്ഷെ എങ്കിലും ഇപ്പൊ ഞാൻ ചെയ്ത 3 സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും കൂളായിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയത് നാദിർ ഷയ്ക്കാണ്. ചുരുക്കത്തിൽ പുള്ളിക്കാരുടെ അടുത്ത് മാത്രം ചീത്ത കേട്ടിട്ടില്ല. ചീത്ത ഞാൻ ആരുടെ അടുത്തൊന്നും കേട്ടിട്ടില്ല ഇതുവരെ. അതും നാദിർ ഷയ്ക്ക് തന്നെയാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ലിറിക്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്തിട്ടും അതിന്റേതായ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടാണ് നടന്നിട്ടുള്ളത്. എന്നിട്ടും നിങ്ങൾ അഭിനയിച്ചിട്ട് തെറ്റിച്ചിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് പോയിന്റ്. നമ്പർ 2, സലീം കുമാർ. ത്രൂ ഔട്ട് കോമഡിയാണ്, ഒരുപാട് കഥകൾ പറയും. ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാവും എപ്പോഴും സലീം കുമാറായിട്ടിനെ ചുറ്റിപ്പറ്റി. ഞാൻ
ഇത്തിരി മാറിയിരുന്നിട്ട് കേൾക്കും. കാരണം ഞാൻ അത്ര കമ്പനി അടിച്ചിട്ടില്ല. എനിക്ക് കുറച്ച് റെസ്പെക്ട് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളാണല്ലോ. അല്ല ഇപ്പോഴും ഉണ്ട്. അല്ല ഇപ്പൊ ആ സമയത്ത് ഞാനപ്പോ ഇങ്ങനെ സ്റ്റോറീസ് കേൾക്കും. അപ്പൊ ഈ സ്റ്റോറീസിനൊക്കെ ഇടയ്ക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി, അപ്പൊ തന്നെ ഹ്യൂമർ, കൗണ്ടർ ഒക്കെ വരും. അതെ, ഒരു രക്ഷയില്ല. നമ്പർ 3 ഫഹദ് ഫാസിൽ. ഗ്രേറ്റ് ആക്ടർ. വളരെ സുന്ദരനല്ലേ? വളരെ സുന്ദരനുമാണ്. ഞാനാണ് അതാദ്യം പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഇല്ല, ഞാൻ ശരിക്കും അവിടെ സെറ്റിലാണെങ്കിൽ പുള്ളി അഭിനയിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ വായം പൊളിച്ചൊക്കെ നിന്നിട്ടുണ്ട്. എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു? അതും ഇത്രയും ഫ്ലെക്സിബിൾ ആണ് ആള്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഗ്രേറ്റ് ഒരു ആക്ടർ. സാധാരണ പുതുമുഖ നടികളൊക്കെ പറയും ഞാൻ കുറെ പഠിച്ചു അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന്, വലിയ ആക്ടറാണ്, അത് കാരണം എനിക്ക് കുറെ പഠിക്കാൻ പറ്റി. ഞാൻ അങ്ങനെ പഠിക്കാൻ പറ്റി എന്നൊന്നും പറയുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ത്രൂ ഔട്ട് ആ ടീമിന്റെ കൂടെ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. ചുരുക്കത്തിയൊന്നും പഠിച്ചില്ല, വായം പൊളിച്ച് നോക്കി. അതെ അതെ, നോക്കി നിന്നു. അത് തന്നെ. ആക്ടർ സിദ്ദിഖ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച വ്യക്തി ഷൂട്ട് കഴിഞ്ഞിട്ട്. ഞാൻ ചെയ്തത് ഗംഭീരായി എന്ന് ആദ്യം എന്നോട് പറഞ്ഞത് സിദ്ദിഖൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിലിം റിലീസ് ചെയ്തിട്ടല്ലേ, ഞാൻ ഓഡിയോ ലോഞ്ചിന് പോയപ്പോ എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നിട്ട് പറഞ്ഞു ഗംഭീരായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഹായ് കൊള്ളാലോ. അപ്പോഴാണ് ഒന്ന് ചിരിച്ചേ. അതെ, അതുവരെ ഞാൻ ടെൻഷനിൽ തന്നെയായിരുന്നു. സൗബിനിക്ക പറയുമ്പോ തന്നെ ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മതിയോ? അതെന്താ, എങ്ങനെ രക്ഷയില്ലാത്ത? ഒരു രീതിയിലും രക്ഷയില്ല. വളരെ ഡൗൺ ടു എർത്ത് ആണ്. അതുപോലെ ഫുൾ സെറ്റിനെ എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. ഞാനിപ്പോ അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ വരുമ്പോഴൊക്കെ ഫ്രീ ആണെങ്കിലൊക്കെ കാണാൻ വരും. ഡൗൺ ടു എർത്ത്, എന്റെ ഫേവറേറ്റ് മനുഷ്യൻ. ലാസ്റ്റ് പ്രയാഗ മാറ്റൻ. സ്മാർട്ട്. എനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് സീരിയസ്ലി. സംസാരമൊക്കെ കേൾക്കുമ്പോൾ വളരെ എനർജറ്റിക് ആണ്. അപ്പൊ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ, ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ, എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ലിജോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒന്ന് സംസാരിച്ചു നമുക്ക് തന്നെ പോസിറ്റീവ് വൈബ് തരും. വളരെ എനർജറ്റിക് ആൻഡ് സ്മാർട്ട്. ഭയങ്കര സുന്ദരിയല്ലേ? വളരെ സുന്ദരി. അത് ശരി, അത് പറഞ്ഞില്ലല്ലേ? വളരെ അതിസുന്ദരിയാണ്. അത് ഞാൻ വിട്ടുപോയി, സോറി. ശരിയാണ്, വളരെ സുന്ദരിയാണ്. 2016 ജാനുവരിയിലെ ലിജോമോൾ ജോസ് അല്ല, 2017 ജാനുവരിയിൽ ഇവിടെ വന്നിരിക്കുന്ന ലിജോമോൾ. ശരിയാണ്. നല്ല വ്യത്യാസമില്ലേ? ഉണ്ട്. കാരണം അന്നൊരു നടിയായിട്ട് അറിയപ്പെട്ടു തുടങ്ങിയിട്ടൊന്നുണ്ടായില്ല. സിനിമയിൽ അഭിനയിക്കായിരുന്നു അല്ലേ ആ സമയത്ത്? ഇല്ല, ആ സമയത്ത് ഷൂട്ട് കഴിഞ്ഞു. പക്ഷെ റിലീസ് കുറച്ച് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് വന്ന മാറ്റം എന്ന് പറയാം, ഇപ്പൊ ഞാൻ അവര് എങ്ങനെയാണ് ഒരു സെന്റിമെന്റൽ ഒരു സീൻ ആണെങ്കിലും ഓരോരുത്തരും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇപ്പൊ നോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് പക്ഷെ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഈ ഫിലിമിൽ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ ഒരു ഫിലിം കാണുമ്പോൾ അത് അറിയാതെ ഞാനത് ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതെനിക്ക് വന്നൊരു മാറ്റമാണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ ഞാൻ ആളുകളെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒബ്സർവേഷൻ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. മുമ്പ് അങ്ങനെ ഒരു ആവശ്യം അധികം വന്നിട്ടില്ല. ആക്ട്രസ് ലൈഫിൽ മേക്കപ്പിനും ഡ്രസ്സിങ്ങിനും കോസ്റ്റ്യൂമിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അതിലൊക്കെ മാറ്റം വന്നിരിക്കണേ. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ പഴയതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. അതുപോലെ സിമ്പിൾ മേക്കപ്പ്. പിന്നെ ഇപ്പൊ ഞാൻ ഫൗണ്ടേഷൻ അങ്ങനത്തെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ യൂസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഇനി വേണം ട്യൂട്ടോറിയൽ ഒക്കെ നോക്കിയല്ലേ? ഇനി വേണം പഠിക്കാൻ. പക്ഷെ പൊതുവെ എനിക്ക് സിമ്പിൾ ആണ് ഇഷ്ടം. എനിക്ക് വരുന്ന മെസ്സേജസ് രസമാണ്. ഒരിക്കലും മേക്കപ്പ് ചെയ്തിട്ട് ഒരു പരിപാടിക്കും പോകരുത്, നാച്ചുറൽ ആയിട്ട് പോയാൽ മതി, അങ്ങനെയാണ് എന്നെ കാണാൻ ഭംഗി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കൂടുതൽ മെസ്സേജസ് വരുന്നത്. തീരെ മേക്കപ്പ് ഇല്ലാതെയാണ് എന്നെ 2 ഫിലിംസിലും കണ്ടിട്ടുള്ളത്. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. മഹേഷിന്റെ പ്രതികാരത്തിലും മേക്കപ്പേ ഇല്ല. കട്ടപ്പനയിലെ ഋതിക് റോഷനിലും എനിക്ക് മേക്കപ്പ് എന്ന് പറയാൻ എന്നെ ഡള്ള് ചെയ്തു കുറച്ചുകൂടെ. അതെ, കുറച്ചുകൂടെ വൃത്തികേടാക്കി തന്നു എന്നല്ലാണ്ട്. അപ്പൊ അത് ആളുകൾക്ക് കണ്ടിട്ട് ഓക്കെ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ എന്നെ എന്റെ ഈ ഒറിജിനൽ കോലത്തിൽ ഏതായാലും ഇഷ്ടപ്പെടും. എന്തായിരിക്കും അതുകൊണ്ട് മേക്കപ്പ് ഇല്ല, കുഴപ്പമില്ല. എന്താ പറഞ്ഞേ? ഫൗണ്ടേഷൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ നടിയായതിനു ശേഷം. അങ്ങനെ എന്തൊക്കെയാ ഷോപ്പിംഗ് നടത്തിയത്? അങ്ങനെ സത്യമായിട്ട് പറയണോ? ഫൗണ്ടേഷൻ ക്രീം വാങ്ങി. പക്ഷെ ഇപ്പോഴും എനിക്കറിയില്ല, എനിക്ക് യൂസ് ചെയ്യാൻ എനിക്കറിയില്ല. അതൊക്കെ സംഭവിച്ചു. വേറെ ഫ്രണ്ട്സ് കുറച്ച് പ്രാവശ്യമൊക്കെ ചീത്ത പറഞ്ഞു. കുറച്ചുകൂടെ ശ്രദ്ധിക്കാം ഡ്രസ്സിങ്ങിലായാലും അതുപോലെ ഫുഡ്വെയർ അല്ലെങ്കിൽ മേക്കപ്പിന്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ തീരെ സിമ്പിൾ ആവരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇല്ല, ഫൗണ്ടേഷൻ ക്രീം ഉണ്ട്, കോമ്പാക്ട് പൗഡർ, ഒരു മാറ്റ് ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ഗോ ലൈറ്റ്ലി ഉണ്ട്, ഒരു ന്യൂഡ് കളറാണ്. അത്രേ ഉള്ളൂ. കൺസീലർ ഇല്ല. സ്ട്രെയിറ്റ്നർ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ മുടിയിൽ വേറൊന്നും ചെയ്തിട്ടില്ല. അന്ന് സ്മൂത്തനിങ് ചെയ്തു എന്ന് പറഞ്ഞതല്ലാതെ അത് കഴിഞ്ഞിട്ട് വേറൊന്നും ചെയ്തിട്ടില്ല. ഫേക്ക് ഐ ലാഷസോ? അതെനിക്കിഷ്ടല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വെച്ചിട്ട്. കണ്ണിങ്ങനെ എപ്പോഴും എന്തോ കണ്ണിലിരിക്കുന്ന പോലെ ഒരു ഫീലാണ്. നെയിൽ പോളിഷ് ഒക്കെ വാങ്ങിച്ചോ? ഞാൻ നെയിൽ പോളിഷ് യൂസ് ചെയ്യില്ല. പണ്ടേ യൂസ് ചെയ്യില്ല. അപ്പൊ ഇനിയും കുട്ടി വളരേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടി അല്ലേ? ഇല്ല, ഞാൻ വർഷങ്ങളായി നെയിൽ പോളിഷ് ഒക്കെ യൂസ് ചെയ്തിട്ട്. എനിക്ക് താല്പര്യമില്ല. പക്ഷെ ആരാധകർ പറഞ്ഞത് ഒരു വലിയ പോയിന്റ് ആണ് കേട്ടോ. ഒരു മേക്കപ്പും ഇല്ലാണ്ടും കാണാൻ പിടിക്കുകയാണ്. താങ്ക് യു. എല്ലാരും കേട്ടോണോ, അത് ശ്രദ്ധിച്ചോണോട്ടെ. ഇപ്പൊ പറഞ്ഞത് നോട്ട് ദ പോയിന്റ്. ഞാൻ 5 വാക്കുകൾ പറയും. എന്താ മനസ്സിൽ തോന്നണേ അതങ്ങോട്ട് പറഞ്ഞാൽ മതി. ശരി. നമ്പർ 1 കൂൾ. നാദൃഷിക. ഭയങ്കര
കൂളാണ്, വളരെ കൂളാണ്. ചീത്തൊന്നും കേട്ടിട്ടില്ല? ഇല്ല. ഇപ്പൊ തെറ്റിച്ചാലും ഇല്ല മോളെ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എനിക്ക് ചീത്ത കേട്ടിട്ടേ ഇല്ല, ആരെയും ചീത്ത പറയുന്നത് ഞാൻ കേട്ടിട്ടുമില്ല. നമ്പർ 2, ചൂടാവുക. ചൂടൻ എന്നൊക്കെ പറയുമ്പോ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പറ്റി തന്നെ പറയാം. ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് വളരെ പെട്ടെന്ന് ചൂടാവും. എനിക്ക് വലിയ പരിചയമില്ലാത്ത ആളുകളുടെ അടുത്താണെങ്കിൽ ഞാൻ മിണ്ടുകയില്ല. വളരെ കൂളായിരിക്കും. അന്യനാണ് ജീവിതത്തില്. വളരെ മോശമായിട്ട് ചൂടായിട്ടുണ്ടെങ്ങനെ ഉണ്ട്. പക്ഷെ എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളായിരിക്കണം, അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവും. എന്ത് കാര്യത്തിനാ ചൂടായിട്ടുള്ള പറയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനോ പറയുന്നതിനോ ഭയങ്കര പെട്ടെന്ന് ഞാൻ ചൂടാവും. ടെൻഷൻ എന്ന് പറയുമ്പോ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരിക. എനിക്ക് കുറച്ചധികം, അതെ, ഒരുപാട്. ടെൻഷൻ പ്രത്യേകിച്ച് ഫിലിം ചെയ്യുമ്പോൾ എല്ലാ പ്രാവശ്യവും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ എക്സാം വന്നാലും സ്റ്റേജിൽ കയറാൻ പറഞ്ഞാൽ ഇവിടെ മാത്രം ഞാൻ കുറച്ച് കൂളാണ്. അല്ലെങ്കിൽ എനിക്ക് പൊതുവെ ടെൻഷൻ കുറച്ചധികം ഉണ്ട്. ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോഴോ? ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. അല്ല, ഇപ്പൊ ഇല്ല. ഇതെപ്പോഴും പറയണം കേട്ടോ. ശരി. നമ്പർ 4, കോൺഫിഡൻസ്. ദിലീഷ് ഏട്ടൻ പ്ലസ് ശ്യാമേട്ടൻ, അവര് രണ്ടുപേർക്കും കോൺഫിഡൻസ് കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നുന്നു. ദിലീഷ് പോത്തൻ ആൻഡ് ശ്യാം പുഷ്കരൻ. അതെ, ഇത്രയും റിസ്ക് എടുത്ത് എന്നെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കണമെങ്കിൽ അത് അവരുടെ കോൺഫിഡൻസ് മാത്രമാണ്. അത് ലിജോമോളെ മാത്രമല്ല, കുറെ പുതുമുഖങ്ങളെ വെച്ചിട്ട്. അതെ, അതാണ് ഓക്കെ. അവരുടെ രണ്ടുപേരുടെ ഫേസ് ഓക്കെ ഫിക്സ് ചെയ്തു. ഫാഷൻ ഐക്കൺ എന്ന് പറയുമ്പോ നയൻതാര, ഭാവന, രണ്ടുപേരും ഒക്കെ ഒരുമിച്ച് വന്നു. ഇല്ല, നയൻതാര ഞാൻ നോട്ട് ചെയ്യാറുണ്ട് അവർ വന്നപ്പോ എങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയാണ്. അപ്പൊ ശരിക്കും അവരൊരു സ്റ്റാർ ആണല്ലോ, സൂപ്പർ സ്റ്റാർ. ആളെ മാറിപ്പോയി. അതെ, അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്ത മൂവിയില് ഭാവനീച്ചി ഉണ്ട്. അപ്പോ ഞാൻ ശ്രദ്ധിച്ചു, ഭയങ്കര സ്റ്റൈലിഷ് ആണ്. പറ്റണില്ല അല്ലേ? അതെ, തീരെ നമ്മളൊന്നുമല്ല. ഈ മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും കട്ടപ്പനയിലെ ഋതിക് റോഷൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ ട്രോളുകാർക്ക് പണിയായത് ലിജോയുടെ ഡയലോഗുകൾക്ക് അല്ലേ? അതെ, ഒരു പഞ്ഞും ഇല്ലായിരുന്നു. ഒരുവിധ ആൺകുട്ടികൾക്ക് എല്ലാവർക്കും കാണും നമ്മളറിയാതെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെ ആൺകുട്ടികൾ അറിയാണ്ട് സ്നേഹിച്ചിട്ടുണ്ടോ? സിനിമയിലല്ല, ജീവിതത്തിൽ ഉണ്ട്. സ്നേഹിച്ചിട്ടുണ്ട് ഒരാള്. പക്ഷെ ഞാൻ ലാസ്റ്റ് പിന്നെ പറഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം. അതൊരു ക്രഷാണ് കേട്ടോ. 9th 10th ഉണ്ടായിരുന്നു. പിന്നെ അവൻ വേറെ ഏതോ സ്കൂളിൽ പോയി. സീനിയർ ആയിരുന്നോ? ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സും കൂടി ആയിരുന്നു. അവനോട് സാധാരണ ബെസ്റ്റ് ഫ്രണ്ട്സ് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആൺകുട്ടികൾക്കാണ് പിടിവിടാതെ കേട്ടിട്ടുള്ളത്. അല്ല, എനിക്കറിയില്ല. എനിക്ക് കുറച്ച് സഹതാപം എന്തൊക്കെയോ എനിക്കറിയില്ല. പിന്നെ ഞാൻ കുറെ നാള് ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനോട് ഒരു ദിവസം വെറുതെ തമാശ പറഞ്ഞു. അവൻ പൂര ചിരിയായിരുന്നു, ഒന്ന് ഭയങ്കര ചിരി. ചമ്മിയോ? ഇല്ല, കാരണം എനിക്കും അപ്പോഴേക്കും അത് അയ്യേ ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചല്ലോ. ഇപ്പം ഞാൻ അത്രയും പറയണമെങ്കിൽ ഓക്കെ, ഞാൻ അത്രയും ലൈറ്റ് ആയിട്ട് എടുത്തിട്ടല്ലേ. പിന്നെ ചമ്മണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ ആ സമയത്ത്? വേറെ ബോയ് ഫ്രണ്ട് ഇല്ല. ഇല്ല, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് ഗേൾസ് വണ്ടിയില്ല. സോറി. അപ്പൊ PGക്ക് പഠിക്കുമ്പോഴായിരുന്നു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നത്? അല്ല, ഞാൻ വർക്ക് ചെയ്തപ്പോ. അതല്ലേ പൊട്ടി പളിസായിട്ട് ഇപ്പൊ സിംഗിൾ ആയിട്ട് ഇരിക്കണേ? യെസ്. ഇത് കൂടാതെ ലിജോയുടെ അടുത്ത് ആൾക്കാർ വന്നിട്ട് ഇഷ്ടമെന്നൊക്കെ പറയുമായിരുന്നോ? വിരലിൽ എണ്ണാവുന്ന ആളുകൾ. വിരലിൽ ഇപ്പൊ നമുക്ക് 10 വിരലുണ്ടല്ലോ, അതിൽ ഏതുവരെ ഉണ്ടാവും? മാക്സിമം 4-5 വരെയൊക്കെ. എന്നിട്ട് എന്ത് ഇവരൊക്കെ റിജക്ട് ചെയ്യാൻ കാര്യം എന്താ? അത് കൂടുതലും സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു. അപ്പോഴത്തെ എന്റെ വലിയ പ്രശ്നം, എനിക്ക് പേടിയായിരുന്നു. ഇപ്പൊ ഒരാളെ വീട്ടിൽ നിന്ന് ചീത്തേക്കോ? അത് തന്നെ, ഉറപ്പല്ലേ? തല്ല് കിട്ടോ? തല്ല് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തല്ല് കിട്ടുമെന്നൊക്കെ പേടിയായിരുന്നു. പ്രണയത്തിന്റെ പേരിൽ തല്ലോ ചീത്ത എപ്പോഴും കേട്ടിട്ടുണ്ടോ? ചീത്ത കേട്ടിട്ടുണ്ട്, തല്ലിയിട്ടില്ല. ചോദിക്കട്ടെ, ലിജോയെ ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടി എന്ത് ചെയ്യണം? എന്നെ ഇംപ്രസ് ചെയ്യാൻ കേൾക്കാൻ, ഈ ഒരൊറ്റ ചോദ്യം കേൾക്കാൻ എത്ര പേര് ഇപ്പൊ റേഡിയോ ട്യൂൺ ചെയ്തിട്ടുണ്ടാവും അറിയോ? മാംഗോ. എന്നെ ഇംപ്രസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ ഞാൻ വിശ്വസിക്കുന്ന ആളെയല്ല. എനിക്ക് ഒരാളായിട്ട് കുറെ നാള് സംസാരിച്ച് ഇടപഴകി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അറിയണം അങ്ങോട്ട് കൂടെ. അതെ, കല്യാണത്തിലാണോ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണോ കൂടുതൽ താല്പര്യം? നിലവിൽ എനിക്ക് രണ്ടിനോടും താല്പര്യമില്ല. അതായിരിക്കും ഹിമാലയത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞല്ലേ? അതെ. ഇപ്പൊ പ്രണയത്തിൽ താല്പര്യമില്ല, PhD എടുക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല, അപ്പൊ സിനിമയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശം. അതെ, നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ചെയ്യും. നിലവിൽ എത്ര സിനിമകളാണ് ഇപ്പൊ അടുത്തായിട്ട് ഇറങ്ങാൻ പോണേ? ഇപ്പൊ ഞാൻ ഒരേ ഒരു മൂവി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞു. തമിഴ് ഞാൻ ഒരെണ്ണം ചെയ്തു, അതും കംപ്ലീറ്റ് ചെയ്യാറായി. പക്ഷെ അതും മാർച്ചിലേ ഉണ്ടാവുള്ളൂ. മാർച്ച് ചിലപ്പോൾ അതും കഴിയും. അത് ഫുൾ പുതിയ ആളുകളെ വെച്ചിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ തമിഴ് പടമൊക്കെ കഴിയുമ്പോഴേക്കും അടുത്ത തെലുങ്കാവും പിന്നെ കന്നഡയാവും. പിന്നെ ആൾ ഇങ്ങനെയൊന്നും ആവില്ല അടുത്ത സ്പോട്ട്ലൈറ്റിൽ വന്നിരിക്കണേ അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ തിരിച്ചറിയാനൊക്കെ പറ്റുമോ? അത്രയ്ക്ക് മാറ്റമൊന്നും വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം മഹേഷിന്റെ പ്രതികാരത്തിൽ കണ്ട സോണിയല്ല ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നത് സ്പോട്ട്ലൈറ്റില്. അല്ല, സീരിയസ്ലി എനിക്ക് എന്റെ ഈ ലുക്കിൽ ഞാൻ ഹാപ്പിയാണ്. എന്നെ കാണാൻ സുന്ദരി എന്നുള്ളതിനേക്കാൾ കൂടുതൽ എല്ലാരും ക്യൂട്ട് ആണെന്നാണ് പറയാറ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടം. ക്യൂട്ടായിട്ട് അല്ല, പൊതുവെ എങ്ങനെയാണ് പറയാറ് എനിക്കറിയില്ല, സോറി. പെൺകുട്ടികളെ കുറിച്ച് അങ്ങനെ കോംപ്ലിമെന്റ് ഒന്നും കൊടുക്കില്ല. പക്ഷെ എനിക്ക് അതിൽ പിഷ്കൊന്നുമില്ല കേട്ടോ. ആള് പറഞ്ഞത് ശരിയാണ്, വളരെ ക്യൂട്ടായിട്ടുള്ള സംസാരമൊക്കെ. ചിരിയാണ് നല്ല രസമുണ്ട്, പക്ഷെ ചിരിക്കാൻ ഭയങ്കര ഒരു പിശുക്കിയാണ്. ഇവിടെ സ്പോട്ട്ലൈറ്റിൽ ഇത്ര നേരം എന്റെ ഗസ്റ്റ്
ഗസ്റ്റ് ആയിട്ടിരുന്ന ആളുടെ പേര് ലിജോ ജോസ്. താങ്ക് യു. മോൾ ഒഴിവാക്കിയല്ല. അപ്പൊ ലിജോ താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. 2 മൂവിയല്ലേ പറഞ്ഞത്? അതെ. ഇത് കൂടാതെ ഇഷ്ടം പോലെ പടങ്ങൾ ഇനിയും കിട്ടട്ടെ. ഈ പറഞ്ഞ പോലെ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടി, ഒരു അവാർഡൊക്കെ കിട്ടി, മിടിക്കാവട്ടെ. എനിക്ക് അങ്ങോട്ട് വിളിച്ച് കൺഗ്രാചുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് തരൂ. നോക്കാം നമുക്ക്. ഏതായാലും താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിൽ. എനിക്ക് ശാലിനി ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ. ഇത് എന്റെ ഫസ്റ്റ് റേഡിയോ പ്രോഗ്രാം ആയിരുന്നു ലൈവ്. ഇനി മറക്കില്ല.